പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ദാനമായി തന്നു. ഇന്നും നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവവചനം കേൾക്കുവാനും അത് പഠിക്കുവാനും ഒക്കെ കർത്താവ് നമുക്ക് അവസരം തന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല, വേറെ എവിടെയും കിട്ടുകയില്ല. മാത്രമല്ല, തിരുവചനം നമുക്ക് നിത്യതയെക്കുറിച്ച് വരെയും നമുക്ക് പ്രകാശനം ലഭിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഭാവി അറിയുവാൻ എത്രയോ പേര് എന്തുമാത്രം പൈസ ആവശ്യമില്ലാതെ മുടക്കുന്നു. എന്നാൽ യഥാർത്ഥമായ നമ്മുടെ ഭാവി എന്താണെന്ന് തിരുവചനം വളരെ വ്യക്തമായും പറയുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നത് ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശഭരിതമാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ച വിഷയങ്ങളിലേക്ക് തന്നെ വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ 5 സിംഹാസനങ്ങൾ, പഞ്ചസിംഹാസനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ സിംഹാസനമാണ് നമ്മൾ ഇന്നലെ അല്പമായിട്ട് ചിന്തിച്ചത്, കൃപാസനം. നമുക്ക് ഓരോ ദിവസവും കൃപാസനത്തിങ്കിൽ പോകണം. ഒരു പാപിക്ക് രക്ഷ ലഭിക്കുന്നതും ഈ കൃപാസനത്തിലാണ്. സുവിശേഷ വചനങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഭാവബോധം വരുത്തുകയും അവൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആ കൃപയ്ക്ക് വേണ്ടി യാചിക്കുക. കർത്താവ് കൃപയാൽ അവനെ രക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന തെറ്റുകൾക്ക് വിടുതലിന് വേണ്ടിയിട്ട് കൃപാസനം നടത്തിയിരണം. ഒപ്പം തന്നെ അവന് ഈ ലോക ജീവിതയാത്രയിൽ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ശക്തി, അത് ദൈവകൃപയാണ്. ദൈവത്തിൻ്റെ കൃപയിലൂടെയാണ് നമുക്കത് ലഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടും അവൻ ദൈവത്തോടടുത്ത്, ദൈവസന്നിധിയോട്, ദൈവസിംഹാസനത്തോടടുത്ത് ചെല്ലേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ സിംഹാസനമായ ന്യായാസനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ന്യായാസനം എന്നുള്ളത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ്. വിശുദ്ധന്മാർക്ക് അവരുടെ ഈ ലോക ജീവിതത്തിൽ കർത്താവിൻ്റെ മഹത്വം വേണ്ടി ചെയ്ത പ്രതിഫലങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള, കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സിംഹാസനമാണ് ഈ ന്യായാസനം. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവ് എന്നും ഈ കൃപാസനത്തിലായിരിക്കില്ല. കൃപാസനത്തിൽ നിന്നും കർത്താവ് ന്യായാസനത്തിലേക്ക് മാറും. എന്നാൽ ന്യായാസനത്തിലേക്ക് മാറുന്നതിന് മുൻപ് കർത്താവ് എന്ത് ചെയ്യും? തൻ്റെ വിശുദ്ധന്മാരെ ഈ ലോകത്തു നിന്നും തൻ്റെ അടുക്കിലേക്ക് ചേർക്കും. നമുക്കറിയാം, കർത്താവിൻ്റെ വരവിന് 2 ആമുഖങ്ങളുണ്ട് എന്ന് തിരുവചനം പഠിക്കുന്ന ഒരു വേദ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് നമ്മൾ രഹസ്യ വരവെന്നും മറ്റൊന്നിന് പരസ്യ വരവും എന്നും നമ്മൾ പറയാറുണ്ട്. രഹസ്യ വരവിൽ അതിൻ്റെ കൃത്യമായ ആ വരവ് എപ്പോൾ സംഭവിക്കും എന്നുള്ളതിന് കൃത്യമായിരിക്കുന്ന ഒരടയാളങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പരസ്യ വരവിനെ കുറിച്ച് അത് വളരെ വ്യക്തമായും ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വരവിൻ്റെ അടയാളം. അപ്പോൾ എന്നാൽ രഹസ്യ വരവ് ഏത് സമയത്തും ഇന്നും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. നമ്മൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യം വായിക്കുമ്പോൾ, 1 തെസ്സലോനിക്കൻ ചാപ്റ്റർ 4 verse 16 and 17, അവിടെ വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് നാം എല്ലാവരും ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ നാം പിന്നെ കർത്താവിൻ്റെ കൂടി ആയിരിക്കും. അപ്പോൾ ഈ എടുക്കപ്പെടുന്നതിന് ശേഷമാണ് ന്യായവിധി. അപ്പോൾ ഇതൊരു വലിയ മർമ്മമായിട്ടാണ് നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51-52 വാക്യങ്ങൾ വായിക്കുന്നത്. 1 കൊരിന്ത്യർ ചാപ്റ്റർ 15 വേഴ്സ് 51-52. അവിടെ വായിക്കുന്നത്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ കർത്താവിൻ്റെ കാഹളം ധരിക്കും. അപ്പോൾ മരിച്ചവർ അക്ഷരായി ഉയർക്കും, ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. ഇത് എങ്ങനെ സംഭവിക്കും? കണ്ണുമിക്കുന്നതിൽ. ഇത് പെട്ടെന്ന് സംഭവിക്കുന്നൊരു കാര്യമാണ്. കർത്താവ് വരുന്നുണ്ട്, ഒരുങ്ങിക്കോ എന്ന് പറയാനൊന്നും സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ
തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ എന്ന എബ്രായർ 9:28 വായിക്കുന്നത്. ഹീബ്രൂ ചാപ്റ്റർ 9:28. തന്നെ കാത്തിരിക്കുന്നതല്ല, ഇരിക്കുകയല്ല, നിൽക്കുകയാണ്. കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ യഥാർത്ഥമായും കർത്താവിൻ്റെ ആ വരവ് അത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ 1 യോഹന്നാൻ 3:2 വായിക്കുന്നത്, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3:2, അവനെ താം ഇരിക്കുന്ന പോലെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാരാകുന്നത്. നാം കർത്താവിനോട് സദൃശ്യന്മാരാകും. ഫിലിപ്പിയർ 3:21 വായിക്കുന്നത്, ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതൊക്കെ വളരെ വിലപ്പെട്ട കാര്യങ്ങളല്ലേ, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ കർത്താവ് വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർത്ത ശേഷം കർത്താവ് ന്യായാസനത്തിലിരിക്കുന്നു. ന്യായാസനത്തിൽ കർത്താവ് തൻ്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുത്തവരെ ആദരിക്കുന്നു. കർത്താവിൻ്റെ വീണ്ടും വരവ് എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്ന 22-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം എടുത്തു പറഞ്ഞു 22-7, 12, 20 വാക്യങ്ങളിൽ. അപ്പോൾ അവിടെ 12-ാം വാക്യം പറയുമ്പോൾ ഓരോരുത്തർ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലവുമായിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആ എടുക്കപ്പെടലോട് ചേർന്ന് നടക്കുന്നത് ന്യായവിധിയാണ്. അപ്പോൾ എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ തിരുവചനം വായിക്കുമ്പോഴത്തേക്കും നാം എല്ലാവരും ദൈവത്തിന് കണക്ക് കൊടുക്കണം എന്നാണ്. നമ്മൾ റോമാലേഖനത്തിൽ 14-ാം അധ്യായം അതിൻ്റെ 10ഉം 12ഉം വാക്യം വായിക്കുമ്പോൾ നമ്മളോട് വായിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് വായിക്കാം. 14-ന്റെ 10-ാം വാക്യം, അതിൻ്റെ അവസാനം, നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അതിൻ്റെ 12-ാം വാക്യം, ആകയാൽ നമ്മിൽ ഓരോരുത്തർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മിൽ ഓരോരുത്തർ എല്ലാവർക്കും അവരവരുടെ കണക്ക് ബോധിപ്പിക്കണം. അതാ ദൈവത്തിന് വരം പറയുന്നത്. നമ്മൾ ആർക്കാ കണക്ക് കൊടുക്കേണ്ടത്? ആരാണ് ഈ ന്യായാസനത്തിൽ ഇരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ജോൺ ഗോസ്പൽ ചാപ്റ്റർ 5:22. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ന്യായം വിധിക്കുന്നത് പുത്രനാണെന്നാണ്. പുത്രന് ന്യായവിധി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ 28, 29, 5:28, 29, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. നോക്കുക, ഇത് രണ്ട് സമയമാണ് ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിന്തിക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ന്യായാധിപതി. അതിനൊരു വലിയ തെളിവ് നമുക്ക് എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിരിക്കുന്നു എന്നൊരു പ്രസ്താവന നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണെന്ന്. അതിന് വായിക്കുന്നത് ഇങ്ങനെയാണ്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ആക്ട്സ് ചാപ്റ്റർ 17:31. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. സംശയമില്ലാത്ത കാര്യമാണ്. നോക്കുക, സംശയലേശമന്യേ ഈ കാര്യം നടക്കും, അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ഉറപ്പാണ്. നോക്കുക, അതാരാ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ്? കർത്താവായ യേശുക്രിസ്തു. ഇന്ന് ലോകത്തിൽ ഒരേ ഒരു കല്ലറ മാത്രം തുറക്കപ്പെട്ടതായി കിടക്കുന്നു. അത് നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറയാണ്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തുവാണ് സകലരെയും ന്യായം വിധിക്കുന്നത് എന്നാണ്. അതിൻ്റെ 10-ാം അധ്യായം 42-ാം വാക്യത്തിലും, ആക്ട്സ് ചാപ്റ്റർ 10:42,
അവിടെയും നമ്മൾ വായിക്കുന്നത് ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ഈ കാര്യം പ്രസംഗിച്ച് ഉറപ്പിച്ച കാര്യമാണ്. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെ എല്ലാവരെയും ന്യായം വിധിപ്പാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് ശിഷ്യന്മാർ എല്ലായിടത്തും പ്രസംഗിച്ച് പറഞ്ഞു. ചിന്തിക്കുക. അപ്പോൾ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കെല്ലാവർക്കും ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ, അത് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സുപരിചിതമായ വാക്യമാണ്. 2 കൊരിന്ത്യർ 5-ന്റെ 2 കൊരിന്ത്യർ ചാപ്റ്റർ 5 വേഴ്സ് 10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇവിടെ എല്ലാ വിശുദ്ധന്മാരും, അതിനകത്ത് പൗലോസ്ലീഹയൊക്കെ ഉണ്ട്, നാം എല്ലാവരും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നമുക്ക് നിൽക്കണം. നമ്മുടെ കണക്കുകൾ ബോധിപ്പിക്കണം. കർത്താവ് നമുക്ക് ന്യായം വിധിക്കാൻ പോവുകയാണ്. നമുക്ക് പ്രതിഫലം തന്ന് ആദരിക്കാൻ പോവുകയാണ്. അവിടെ ആർക്കും ശിക്ഷാവിധിയില്ല കേട്ടോ. അങ്ങനെ പേടിക്കണ്ട. എന്നാൽ നമ്മൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ നമ്മൾ ചെയ്തതനുസരിച്ചുള്ള പ്രവർത്തികൾക്കുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്ന് പലപ്പോഴും പലരും പല പ്രവൃത്തിയും ചെയ്യുന്നത് മനുഷ്യരെ കാണിക്കാനും മനുഷ്യരിൽ നിന്നും ബഹുമാനം പ്രാപിക്കാനും ജനസമ്മതി നേടാനൊക്കെ. അതൊക്കെ നമുക്ക് പ്രതിഫലത്തിന് കാരണമാകുകയില്ല. അതിനൊന്നും നമുക്ക് പ്രതിഫലം കിട്ടിയില്ല. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നൊരു ഭാഗം 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള ഭാഗ്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 1 കൊരിന്ത്യൻ ചാപ്റ്റർ 3 വേഴ്സ് 12-15 അവിടെ വായിക്കുന്നത്, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തിയെ വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിർത്തുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ എത്ര വിശുദ്ധന്മാർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പറയട്ടെ, നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്ക് അതിന് തക്കതായ ഒരു പ്രതിഫലം നമുക്ക് കർത്താവ് തരും എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് ഇവിടെ വർണ്ണിച്ചിരിക്കുക. അവിടെ 6 നിലയിലുള്ള വസ്തുക്കളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. നോക്കുക, ശ്രദ്ധിക്കുക. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിന് സാരം? സ്വർണം എന്നുള്ളത് നമുക്കറിയാം, ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തെ കാണിക്കുന്നത്. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നത്. പിന്നെ വിലയേറിയ കല്ല് ക്രിസ്തുവിൽ വന്ന് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ അവസ്ഥയാണ്. ഇതിൻ്റെ സാരാംശം ഞാൻ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ വീണ്ടും ജനിച്ച ദൈവവൈതൽ ദൈവാത്മ പ്രേരിതമായി ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കെല്ലാം പ്രതിഫലമുണ്ട്. ഞാൻ ഒന്നുകൂടെ അത് അല്പം കൂടെ അത് വിശദീകരിച്ചാൽ, പ്രേരണയിലൂടെ നമ്മളിൽ കർത്താവ് എത്രമാത്രം പ്രവൃത്തി ചെയ്തോ അതിനെല്ലാം പ്രതിഫലമുണ്ട്. നമ്മൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു പാത്രമായി മാറണം. ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ്. എത്രത്തോളം അതിൻ്റെ ആഴത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിലൂടെ കർത്താവ് പ്രവർത്തിച്ച പ്രവൃത്തിയാണ്. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയണം. അപ്പോൾ കർത്താവ് ഞാനല്ല ക്രിസ്തു അത്രയും ജീവിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ്ലീഹയെ പോലെ ഇന്ന് നമ്മളിൽ ക്രിസ്തു ജീവിച്ചുകൊണ്ട് ക്രിസ്തു ചെയ്യുന്ന പ്രവർത്തികൾ അതിന് തക്കവണ്ണം നമ്മളെ എത്രമാത്രം വിധേയപ്പെടുത്തിയോ അതിൻ്റെ പ്രതിഫലമാണ് നമ്മൾ
ഈ ന്യായാസനത്തിങ്കൽ പ്രാപിക്കുവാൻ പോകുന്നത്. ഇതൊന്ന് കൃത്യമായി മനസ്സിലാക്കണേ. ന്യായാസനത്തിങ്കൽ ലജ്ജിപ്പാനിടയാകരുത്. എല്ലാം അല്ലേ, അനേരുടെ എന്ത് ചെയ്യും? എല്ലാം കത്തിപ്പോവും. അതാണ് മരവും പുല്ലും വൈക്കോലും എന്ന് പറഞ്ഞാൽ, നമ്മുടേതായിരിക്കുന്ന ഇഷ്ടപ്രകാരം നമ്മൾ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ ലോകത്തിൽ നിന്നും വളരെ പ്രശംസയും ലഭിച്ചു. ഈ പ്രവൃത്തികളെല്ലാം അവിടെ എത്തും. പക്ഷേ തീയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, മരവും പുല്ലും വൈക്കോലും എന്ത് സംഭവിക്കും? പെട്ടെന്ന് കത്തിപ്പോവും. അതെല്ലാം ഇല്ലാതായി. അപ്പോഴാണ് ആൾക്കാർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. എടാ, ഞാനിത് എന്താ ചെയ്തേ? ഞാനത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അവിടെയൊക്കെ ഞാൻ മഹത്വം എടുത്തുകൊണ്ട് ഞാൻ വഞ്ചിക്കപ്പെട്ടല്ലോ. എൻ്റെ ഹൃദയത്തിലെ വാഞ്ച ദൈവമഹത്വമായിരുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. നമ്മൾ വളരെ നിഷ്കളങ്കതയോടെ ഈ നമ്മുടെ യജമാനനെ മഹത്വപ്പെടുത്തുവാൻ ആത്മാർത്ഥതയോടെ, നമ്മുടെ പൂർണ്ണ സമർപ്പണത്തോടെ, പൂർണ്ണമായിരിക്കുന്ന നമുക്ക് ദൈവം തന്ന ആ ബലത്തോടെ എല്ലാം ചെയ്യണം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഈ ന്യായാസനത്തിങ്കലാണ് നമ്മൾ എങ്ങനെയുള്ള ജീവിതമാണ് ഈ ലോകത്തിൽ നടത്തിയത് എന്നുള്ളത് വെളിപ്പെടാൻ പോകുന്നത്. ഒരു വിധത്തിൽ പറയട്ടെ, ഞാൻ ഇത് വളരെ ഗഹനമായൊരു കാര്യമാണ്. ന്യായാസനത്തിലാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ കാന്ത വെളിപ്പെടാൻ പോകുന്നത്. അതും വളരെ വിലപ്പെട്ട കാര്യമാണ്. കാരണം ജയാളികളായിട്ടുള്ളവരാണ് ക്രിസ്തുവിനോട് കൂടെ രാജ്യം ഭരിക്കാനുള്ളത്. ഈ ജയാളികളായിട്ടുള്ളവർക്കാണ് എല്ലാ പ്രതിഫലങ്ങളും ലഭിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് നല്ല ഒരു ബോധ്യമുണ്ടായിരിക്കണം. വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ന്യായാസനത്തിങ്കൽ ഇനി ന്യായവിധി ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും കർത്താവ് അവിടെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന, നമുക്കറിയാം, നമ്മൾ ആത്മഭാരത്തോടെ ആത്മാക്കളെ നേടുന്നവരാണെങ്കിൽ അവർ സൂര്യനെ പോലെ ശോഭിക്കുന്ന വളരെ വിലപ്പെട്ട കാര്യമല്ലേ. വളരെയധികം തേജസ്സുള്ളവരായി മാറും. നമ്മൾ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, ദാനിയേൽ ചാപ്റ്റർ 12 വേഴ്സ് 3, അവിടെ ദാനിയേൽ പറയുന്നത് എന്താണെന്നറിയാമോ? ദാനിയേൽ 12:3, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഉണ്ടോ? അപ്പോൾ നമ്മൾ ആത്മാക്കളെ നേടുന്നവരാണെങ്കിൽ, ഇതിനെക്കുറിച്ച് കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യത്തിൽ, അല്ലേ, 43-ൽ, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ നോക്കുക, അപ്പോൾ ഇവിടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് ചില ആത്മാക്കളെ കർത്താവിലേക്ക് നടത്താൻ കഴിഞ്ഞാൽ അവരെത്രമാത്രം മഹിമയുള്ളവരായി തേജസ്സുള്ളവരായി മാറും. ഇതൊക്കെ ന്യായാസനത്തിങ്കിലാണ് ഇതൊക്കെ നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സൂര്യനും തമ്മിൽ തേജസ്സിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഒന്ന് വരുന്ന 15-ാം അധ്യായത്തിൽ ഇതൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അധികമായ തേജസ്സുള്ളവരായി തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അനേകർക്ക് സത്യപാത ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് അനേക ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്താൻ കഴിയണം. അങ്ങനെയുള്ളവർക്ക് ഈ തേജസ്സിനോടൊപ്പം തന്നെ ലഭിക്കുന്ന ഒരു കാര്യമാണല്ലോ കിരീടങ്ങൾ. ഈ ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ് പ്രശംസാ കിരീടം. നോക്കുക, 5 തരം കിരീടങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അതിലൊന്നാണ് ആത്മാക്കളെ നേടുന്നവർക്കുള്ള കിരീടം. നമ്മൾ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ വായിക്കുന്നു. ഞാനെല്ലാ വാക്യങ്ങളും വായിച്ചു പോകുന്നില്ല, ഞാൻ റെഫറൻസ് തരാം. നിങ്ങളതെല്ലാം ശാന്തമായി വായിക്കണം. 1 തെസ്സലോനിക്കർ ചാപ്റ്റർ 2 19-20. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായി പഠിക്കണം. നമ്മുടെ പ്രവൃത്തികളുടെയൊക്കെ പ്രതിഫലമായി നമുക്ക് ഈ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമുക്ക് ലഭിക്കും.
വീണ്ടും നമ്മൾ കാണുന്നത്, നമ്മൾ കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ചെറിയൊരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടെന്ന് കർത്താവ് മത്തായി 10:40 മുതൽ 42 വരെ വായിക്കുന്ന നല്ലതാ. ഞാൻ ഈ പറഞ്ഞ വാക്യം 42. അപ്പോൾ ഒരു പ്രവാചകൻ എന്ന നിലയിൽ പ്രവാചകനെ ആദരിക്കുന്നവർക്ക് കർത്താവിൻ്റെ ഏതെല്ലാം നിലയിലുള്ള ദാസന്മാരെ ഏത് നിലയിൽ കണ്ടുകൊണ്ട് അവരെ ആദരിച്ചോ അതിനെല്ലാം ഈ ന്യായാസനത്തിങ്കൽ പ്രതിഫലമുണ്ട്. ഓക്കെ, വീണ്ടും നമ്മൾ വായിക്കുന്നത് പിന്നെ വിശ്വസ്തരായിരിക്കുന്ന ഗ്രഹവിചാരന്മാർക്ക് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട നാം എല്ലാവരും കർത്താവിൻ്റെ ഗ്രഹവിചാരകന്മാരാണ്. കർത്താവ് നമ്മളെ താലന്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കണം. അങ്ങനെയുള്ളവർക്ക് പ്രതിഫലമുണ്ട്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടാവും. മത്തായി 25 അതിൻ്റെ 21 മുതൽ 23 വരെ വായിക്കുമ്പോൾ, അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവൻ അടുത്ത് വന്ന്, യജമാനനെ 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നവനോട് പറഞ്ഞു. മാത്യു ചാപ്റ്റർ 25:21-23. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വായിക്കുന്നത് അതൊക്കെ വലിയ പ്രതിഫലത്തിന് കാരണമായി തീരുക. യജമാനൻ്റെ ആ സന്തോഷത്തിലായിരിക്കുന്ന അവസ്ഥ അതും ഒരു വലിയ പ്രതിഫലമാകട്ടോ. എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന, കർത്താവിനോട് കൂടി ആയിരിക്കുന്ന ആ ഒരവസ്ഥ മാത്രമല്ല, ദൈവം അനേക നിലയിൽ വലിയ വലിയ കാര്യങ്ങളെ നമ്മളെ വരമേൽപ്പിക്കാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പട്ടണങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടണങ്ങൾക്ക് അധികാരികളാക്കി മാറ്റി. അപ്പം വലിയ വലിയ കാര്യങ്ങൾക്കുള്ള അധികാരം ലഭിക്കുന്ന ഒരവസ്ഥയാണ് അന്ന് ന്യായാസനത്തിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, ഒരുപാട് അതൊക്കെ വിശദീകരിക്കാൻ നമുക്ക് അത്രമാത്രം ഇപ്പോൾ സമയമില്ലല്ലോ. ഞാനതിൻ്റെ സംഗ്രഹമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക. മറ്റൊന്ന്, നമ്മൾ ഈ ലോകത്തിൽ വെച്ച് ആരെയെങ്കിലും നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഔദാര്യ മാനസന്മാർക്ക് പ്രതിഫലമുണ്ട്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം, ലൂക്ക് ചാപ്റ്റർ 6:35. അവിടെ വായിക്കുന്നത്, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം എത്തിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ ആകും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മറ്റുള്ളവരെ സഹായിച്ചതിൽ നോക്കുക, അതിനൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ പ്രതിഫലമുണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ അതിന് പ്രതിഫലമുണ്ട്. വീണ്ടും നമ്മൾ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചാൽ, അല്ലേ, ഇന്ന് ലോകം ഒരിക്കലും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മൾ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് റോമാലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 2:10, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ ഏവനും ലഭിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക, അവരുടെ നന്മ ചെയ്യുക, അവരുടെ നന്മ ആഗ്രഹിക്കുക, ഇത് പ്രതിഫലമുള്ള കാര്യമാണ്. ഒരിക്കലും മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ ദോഷമായി ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തയിലൂടെ അതിനുപോലും പ്രതിഫലമുണ്ട്. നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെ ഒക്കെ ന്യായം വിരിക്കും. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. വീണ്ടും നമുക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ മലയിലെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞ ഭാഗ്യവാന്മാരുടെ വർണ്ണനയിൽ ഒരു വലിയ കാര്യമാണ് 5-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 5:11-12. അവിടെ വായിക്കുന്നത്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാവുകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് എന്നാ അറിയോ? നിങ്ങൾക്ക് സ്വർഗത്തിൽ
പ്രതിഫലം, വലിയ പ്രതിഫലം. നോക്കുക, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിനെ കുറിച്ചൊക്കെ ലേഖനങ്ങളിലൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമുക്ക് ഈ വിളിയുണ്ടായി കഴിഞ്ഞാൽ, ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടം സഹിക്കുന്നവൻ രാജ്യം ഭരിക്കുമെന്നാണ് 2 തിമോത്തി 2:11-12 വാക്യങ്ങൾ. അപ്പോൾ പിന്നെ വിശുദ്ധന്മാര് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അനേക നിലകളിലുള്ള കഷ്ടങ്ങൾ, നമുക്കറിയാം ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്ക് ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് ഒരു വാക്യം ഞാൻ പറയാം. എബ്രായർ 10:34 വാക്യം, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. കണ്ടോ, വിശുദ്ധന്മാരെ പല രീതിയിൽ മറ്റുള്ളവർ കളിപ്പിക്കും, അവരപഹരിക്കും. അതിലൊക്കെ സന്തോഷത്തോടെ സഹിക്കുക വിശുദ്ധന്മാർ. അവരതിനൊന്നും വഴക്കുണ്ടാക്കാൻ പോയല്ല. നോക്കുക, അതിനൊക്കെ പ്രതിഫലമുണ്ട് പ്രിയമുള്ളവരെ, പ്രതിഫലമുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ വാക്കുകൾ പോലും ന്യായം വിധിക്കപ്പെടും. നമ്മൾ പറയുന്ന വാക്കുകൾ കർത്താവ് തന്നെ പറഞ്ഞല്ലോ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 12:36, നിങ്ങൾ പറയുന്ന നിസ്സാര വാക്കിന് ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മാത്യു 12:36. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം. നമ്മൾ കൊളോസ്യർ 4:6, കൊളോസ്യർ ചാപ്റ്റർ 4:6 വായിക്കുന്നത് ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. മറ്റുള്ളവർക്ക് ആത്മീയ വർധന ലഭിക്കുന്ന കാര്യങ്ങളെ വേണം നമ്മൾ സംസാരിക്കാനെന്ന്. അപ്പോൾ ഈ ന്യായാസനത്തിന് മുമ്പിൽ ഈ നിലയിലുള്ള കാര്യങ്ങളെല്ലാം ശോധന ചെയ്യപ്പെട്ട് നമുക്ക് പ്രതിഫലം ലഭിക്കുക. അപ്പോൾ ലഭിക്കുന്ന കാര്യങ്ങളാണ് ഈ 5 കിരീടങ്ങൾ. ഞാനത് എല്ലാം വായിക്കുന്നില്ല, അതിനൊന്ന് പറഞ്ഞു പോകാം. ഈ 5 കിരീടങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഒന്ന്, വാടാത്ത കിരീടം. അത് 1 കൊരിന്ത്യർ 9:25-27 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ധ്വാനിക്കുന്ന, ഓടുന്ന എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമാണ്. ക്ഷണിക്കാതെ ഓടണം, തളരാതെ ഓടണം, അന്ത്യത്തോടും ഒരുപോലെ ഓടണം. അവർക്ക് ലഭിക്കുന്നതാണ് വാടാത്ത കിരീടം. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് ജീവകിരീടത്തെക്കുറിച്ച്. ഏത് കഷ്ടതയിലും കർത്താവിലേക്ക് നോക്കി നിലനിൽക്കുന്നവർ, അവർക്ക് ലഭിക്കുന്നതാണ് ജീവകിരീടം. ഇത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നു. ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. മൂന്നാമത്തെ കിരീടം എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ കിരീടമാണ്. മഹത്വത്തിൻ്റെ കിരീടം ഇത് 1 പത്രോസ് 5-ാം അധ്യായം 2-4 വരെ വായിക്കുമ്പോൾ ആടുകൾക്ക് നല്ല മാതൃക കൊടുത്തുകൊണ്ട് അവരെ ക്രിസ്തുവിൽ വളർത്തുന്ന വിശ്വസ്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാർക്ക് ലഭിക്കുന്ന കിരീടത്തെക്കുറിച്ചാണ്. അപ്പോൾ വളരെ വിലപ്പെട്ട കാര്യമാണ്. 4-ാമത്തെ കാര്യം നീതിയുടെ കിരീടം. നമ്മൾ 2 തിമോത്തി 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു. ഇനി നീതിയുടെ കിരീടം എനിക്കായി ദൈവം വെച്ചിരിക്കുന്നു. പൗലോസ്ലീഹ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ നല്ല പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അങ്ങനെയുള്ളവർക്ക് ദൈവം വെച്ചിരിക്കുന്നതാണ് നീതിയുടെ കിരീടം. 5-ാമത്തെ കിരീടം ഞാൻ പറഞ്ഞല്ലോ, ആത്മാക്കളെ നേടുന്നവർക്കാണ്. ആത്മാക്കളെ നേടുന്നവർക്ക് പ്രശംസാ കിരീടമുണ്ട്. എത്ര വലിയ കാര്യമാണ്. നമ്മൾ ഈ ന്യായാസനത്തിന് മുമ്പിൽ ഈ നിലയിൽ ഏത് കിരീടം പ്രാപിക്കാനാണ് നമ്മൾ യോഗ്യർ എന്ന് നമ്മൾ നോക്കണം. നമുക്ക് കർത്താവിലായതിനു ശേഷം നമുക്ക് ഒരാത്മാവിനെയെങ്കിലും ക്രിസ്തുവിലേക്ക് നടത്തുവാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് പ്രശംസാ കിരീടം കിട്ടും. കർത്താവിന് വേണ്ടി നമ്മൾ കഷ്ടം സഹിക്കുന്നെങ്കിൽ നമുക്ക് ജീവകിരീടം കിട്ടും. നിങ്ങളൊരു സഭയുടെ മൂപ്പനായി കർത്താവിൻ്റെ വേല ചെയ്യുന്നെങ്കിൽ അതിൽ വിശ്വസ്തനായി മാതൃകയായി നിന്നാൽ നിങ്ങൾക്ക് വാടാത്ത തേജസ്സിൻ്റെ ആ കിരീടം കിട്ടും. എത്ര വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. ഇതെല്ലാം നമുക്ക് ഈ ന്യായാസനത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ലഭിച്ച ശേഷമാണ് പിന്നെ സ്വർഗത്തിൽ നടക്കുന്ന വിവാഹം. അത് നമ്മൾ വെളിപ്പാട് 19-ാം അധ്യായം 7-9 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കപ്പെട്ട ശേഷം 7 വർഷം നമ്മൾ കർത്താവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഭൂമിയിൽ മഹോദ്രവം നടക്കുകയാണ്. നോക്കുക, ആ മഹോദ്രവം 7 വർഷക്കാലം. അതിൻ്റെ എൻഡിലാണ് നമ്മൾ കർത്താവുമായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത്.
ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മഹിമയുടെ സിംഹാസനം മഹിമാസനം എന്നുള്ള കാര്യം പഠിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അല്പമായിട്ട് നിങ്ങളോട് പറയാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, നമുക്കെല്ലാം വീണ്ടും ജനിച്ച നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് രക്ഷിക്കപ്പെടുക, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുക. ക്രൂശിലെ ക്രിസ്തുവിൻ്റെ നമുക്ക് വേണ്ടിയുള്ള ആ മരണത്തെ എൻ്റെ മരണമായി അത് മനസ്സിലാക്കി വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത് ദൈവത്തിലായി തീരുക. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ രഹസ്യ വരവിൽ എടുക്കപ്പെടാനും കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ മുഖത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം പ്രാപിക്കുവാനും അങ്ങനെ നമ്മുടെ യഥാർത്ഥത്തിൽ പുത്രത്വത്തിൻ്റെ ഒറിജിനൽ പദവിയിലെത്തി വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ യോഗ്യരായി തീരുവാൻ നമുക്കിടയാകും. ശ്രദ്ധിക്കണം. നിശ്ചയമായും ഈ വചന കേൾവി നിങ്ങൾക്ക് പ്രോത്സാഹനമായി തീരട്ടെ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ആമേൻ.